സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാക്കൂട്ടത്തെ അകാരണമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ഇന്നലെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിയത്. അതിഭീകരമായ നരനായാട്ടാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് നേരെ അഴിച്ചുവിട്ടത്. ഞാനതിൽ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ഒരു കാലത്തും ഉണ്ടാകാത്ത നിലയിലാണ് ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് MP പ്രവീൺ അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് ക്രൂരമായിട്ടാണ് മർദ്ദിച്ചത്. ഇത്രയും വലിയ മർദ്ദനം നടത്തേണ്ട എന്ത് കാര്യമാണ് ഇവിടെ ഉണ്ടായത്? തന്നെയുമല്ല, അവരെ പ്രവീണിനെ പിടിച്ചു വലിച്ചിഴച്ചു കൊണ്ടുപോയി അതിഭീകരമായ നിലയിൽ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പോലീസ് നടത്തിയത്. ഇതൊരിക്കലും അദ്ദേഹത്തിന് തലയിൽ 6 or 7 കുത്തിക്കിട്ടുണ്ട്. എന്തിനാണ് ഇത്ര ഈ ചെറുപ്പക്കാരെ ഇതുപോലെ അടിച്ചു കൊല്ലാൻ നോക്കുന്നത്? ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും. അതിശക്തമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഇത് ഒരു കാലത്തും കേട്ടുകേഴ്വിയില്ലാത്ത സംഭവമാണ്. വനിതാ പ്രവർത്തകരുടെ വസ്ത്രം വലിച്ചു കീറുക, അവരെ നാഭിക്ക് തൊഴിക്കുക, ഭീകരമായി മർദ്ദിക്കുക, എന്നിട്ട് വലിച്ചിഴച്ചുകൊണ്ട് പോവുക. എന്ത് കാടത്തമാണ് കേരളത്തിലെ പോലീസ് കാണിക്കുന്നത്? ആലപ്പുഴയിലെ പോലീസിന് എന്ത് പറ്റിയെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതുവരെ പോലീസ് മൊഴിയെടുക്കാൻ ഇവിടെ വന്നിട്ടില്ല. ഇത്രയും ഭീകരമായ മർദ്ദനമുണ്ടായിട്ട് ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അതിശക്തമായി ഞങ്ങൾ അതിനെ പ്രതിഷേധിക്കുകയാണ്. ഈ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾക്കറിയാം. അവരുടെ പേരിൽ ശക്തമായ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും. കരുവന്നൂരിലെ സംഭവം മാർക്സിസ്റ്റ് പാർട്ടി അറിഞ്ഞു നടത്തിയ വലിയൊരു കുംഭകോണമാണ്. അതിന്റെ വസ്തുതകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വ്യവസായ വകുപ്പ് മന്ത്രി രാജീവിനെതിരായിട്ടുള്ള ആരോപണം പുറത്തു വന്നിരിക്കുന്നു. CPMന്റെ സ്വത്തിനെ സംബന്ധിച്ചുള്ള വസ്തുതകൾ പുറത്തു വന്നിരിക്കുന്നു. കരുവന്നൂർ CPMന്റെ ഒരു അക്ഷയ ഖനിയായിരുന്നു. എല്ലാ സാമ്പത്തിക തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും കേന്ദ്രമായിരുന്നു. അത് മറച്ചുവെക്കാനാണ് ഇപ്പോൾ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയായ വസ്തുതകൾ പുറത്തു വരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരവ്യക്തത എല്ലാവരും ആ കാര്യം UDF കൂടി തീരുമാനിക്കുമെന്നാണല്ലോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് സ്റ്റാൻഡ്.